പാലക്കാട് പോളിംഗ് ബൂത്തിലേക്കൊഴുകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശാക്തിക ബലാബലം തീർക്കുന്ന അനാരോഗ്യമായ അസ്വാരസ്യങ്ങൾ അടയാളപ്പെടുത്താതെ വയ്യ. കൊടിയ വർഗീയതകളെ 4 വോട്ടിനായി താലോലിക്കുന്ന കാഴ്ചകളും കാണാതെ വയ്യ. എത്തിച്ചവരൊന്നും ഉള്ളിൽ നിന്ന് കാവി ഒഴിഞ്ഞിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നു. ചില പത്രങ്ങൾക്ക് മതത്തിൻ്റെ നിറം ചാർത്തുന്നു. മതേതരത്വത്തിൻ്റെ മിനാരങ്ങളെന്ന് രാജ്യം വിശേഷിപ്പിച്ച 1992 ഡിസംബർ 6 ദേശീയ ദുരന്തത്തെ ജാംബവാന്റെ കാലത്തേതെന്ന് വേറെ വിശേഷിപ്പിക്കുന്നു. മതേതരത്വവും വർഗീയതയും ഏറ്റുമുട്ടുമ്പോൾ 23-ാം തീയതിയിലെ ഫലമല്ല, കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയുടെ ശുദ്ധീകരണ പ്രക്രിയകൾക്കുള്ള പരീക്ഷണശാലയിൽ പാർശ്വവൽകൃതരും മതേതരവാദികളും വിജയിക്കുന്നതോടൊപ്പം എല്ലാ വശങ്ങളിലെയും വർഗീയതയ്ക്ക് ഭാവി ഇല്ലാതാക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് കൂടിയാകണം പാലക്കാട് ജനത ചെവിയോർക്കേണ്ടത്. കേവലം ഒരു നിയോജക മണ്ഡലത്തിലെ പ്രതിനിധി എന്നതിനപ്പുറം പാലക്കാട് ജനതയ്ക്ക് മേലുള്ളത് വലിയ ദൗത്യമാണ്. പരിശോധിക്കാം പാലക്കാട്ടെ നെല്ലും പതിരും തിരിഞ്ഞു മാറ്റുമ്പോൾ. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളിലേക്ക് NN കൃഷ്ണദാസ്, മുതിർന്ന CPIM നേതാവ്; വസന്ത് സിറിയക്, കോൺഗ്രസ് പ്രതിനിധി; ഒപ്പം മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ M ജയചന്ദ്രൻ. ആദ്യം കോൺഗ്രസ് പ്രതിനിധി ശ്രീ വസന്ത് സിറിയക്കിലേക്ക്. ശ്രീ വസന്ത് സിറിയക്ക്, പാലക്കാട് അവരുടെ സമ്മതിദാനാവകാശം നിയോഗിക്കാനായി പുറപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കെ. എന്തൊക്കെയാണ് രാഷ്ട്രീയ പ്രക്രിയകളായി പാലക്കാട് കേരളത്തിന് മുമ്പിൽ ഉയർത്തുന്നത്? ശ്രീ അജിംഷാദ്, നോക്കൂ, അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആവനാഴിയിലെ എല്ലാ അമ്പും എടുത്തു പ്രയോഗിച്ചിട്ടാണ് LDF നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ പ്രയോഗമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളെ പോലും ലംഘിച്ചുകൊണ്ട് ഒരു പരസ്യം പ്രസ്താവിക്കുകയാണ്. ആ പരസ്യം പ്രസ്താവിക്കുന്നത് പാർട്ടി പത്രമായ ദേശാഭിമാനിയിലില്ല, പാർട്ടി ചാനലായ കൈരളിയിലില്ല. എന്നാൽ ചില വിഭാഗങ്ങളെ മാത്രം നോട്ടമിട്ടുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു വോട്ട് കോൺസെൻട്രേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു പരസ്യം നൽകുന്നു. ഒന്ന്, ആ പരസ്യം നൽകുന്നത് തന്നെ വർഗീയതയുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്ന് പറയാതെ വയ്യ. 2, അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമാണ്. ഇനി നിങ്ങളുടെ സരിനെങ്ങാനും എന്തെങ്കിലും ഒരു അബദ്ധപ്പിഴയാൽ ജനത്തിന് ഇതുണ്ടായി, എന്തെങ്കിലും ഒരു കാരണവശാൽ ജയിക്കാൻ ഒരു സാധ്യതയില്ല, ഇനി ജയിച്ചെങ്ങാനും പോയാൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്താൽ അദ്ദേഹം അയോഗ്യനാക്കപ്പെടും. കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യങ്ങൾ നൽകുന്നതിന് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം കോൺഗ്രസ് പറയേണ്ടതില്ല. ശ്രീ വസന്ത് സിറിയക്ക്, ഈ 2 പത്രത്തെ എങ്ങനെയാണ് നിങ്ങൾ മതത്തിൻ്റെ സ്വഭാവത്തിൽ ചാർത്തുന്നത്? അതിൻ്റെ മുതലാളിമാരുടെ സ്വഭാവം വെച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏത് പത്രമാണ് മതത്തിൽ നിന്ന് വിമുക്തിയായി നിൽക്കുന്നത്? എന്താണ് ഈ 2 പത്രത്തിനും മതത്തിൻ്റെ നിറം കൊടുക്കുന്ന അയോഗ്യത എങ്ങനെയാണ് വരുന്നത്? ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ അജിംഷാദ്, ദേശാഭിമാനി വായിക്കുന്ന ആരാണ് പറയാമോ? ദേശാഭിമാനിയുടെ ഓണർ അല്ലെങ്കിൽ അതിന്റെ MD അല്ലെങ്കിൽ അതിന്റെ പത്രാധിപർ അല്ലെങ്കിൽ അതിന്റെ മുതലാളി കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ദേശാഭിമാനി കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള പത്രമല്ല എന്നങ്ങ് പറയും. ദേശാഭിമാനിയുടെ കാര്യം വിടും. ഞാൻ ചോദിക്കുന്നത്, സിറാജും സുപ്രഭാതവും എങ്ങനെയാണ് ഒരു മതത്തിന്റെ പ്രത്യേക വിഭാഗത്തിന്റെ പത്രമാകുന്നത്? അത് കോൺഗ്രസ് വിശദീകരിച്ച് താങ്കൾക്ക് താങ്കളുടെ പ്രതികരണം പൂർത്തിയാക്കാം. എന്റെ സംശയമാണ്, എനിക്ക് ഒരു നിലപാടല്ല, എന്റെ നിലപാടല്ല. ഒരു സംശയം വേണ്ട. ഞാൻ വീക്ഷണത്തെ പറ്റിയും പറഞ്ഞു വന്നല്ലോ. വീക്ഷണം കൂടുതൽ വായിക്കുന്നത് അത് പാർട്ടി മുഖപത്രങ്ങളല്ലേ? ഞാൻ ചോദിക്കുന്നത്, സിറാജും സുപ്രഭാതവും എങ്ങനെയാണ് ഒരു മതത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന പത്രങ്ങളായി കോൺഗ്രസ് കാണുന്നത്? എന്താണ് അതിന്റെ നിദാനം? ഒന്ന് പറയൂ. പറയാമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ അംഗങ്ങൾ വായിക്കുന്ന പത്രം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ദേശാഭിമാനി കൊടുക്കാത്തത്? 4 പത്രത്തിന് കൊടുത്തു എന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, അവരുടെ LDFന്റെ കമ്മിറ്റി തന്നെ പറഞ്ഞു. 4 പത്രങ്ങൾക്ക് കൊടുത്തു. റേറ്റ് കുറവുള്ളതനുസരിച്ചാണ് അവർ സെലക്ട് ചെയ്തത്, കാരണം അവരുടെ ഫണ്ടിൻ്റെ കയ്യിലുള്ള സോഴ്സ് വെച്ച്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 പത്രങ്ങൾക്കും മറ്റ് 2 പത്രങ്ങൾക്കും കൊടുത്തു. ഈ 2 പത്രത്തെ മാത്രം, സുപ്രഭാതത്തെയും സിറാജിനെയും മാത്രം മതത്തിൻ്റെ നിറത്തിൽ കോൺഗ്രസ് കാണുന്നതിൻ്റെ യുക്തി എന്താണ്? ഇനി പറയാം. റേറ്റിന്റെ പ്രശ്നമാണ് നിങ്ങൾ പറയുന്നത്. പുതിയ ക്യാപ്സ്യൂൾ എങ്കിൽ നല്ലതാണ് ശ്രീ അജിംഷാദ്. നോക്കൂ, ദേശാഭിമാനിയിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ പരസ്യം കൊടുക്കാൻ കൂടുതൽ ദേശാഭിമാനി വിടൂ, അത് അവരുടെ പാർട്ടിയുടെ മുഖപത്രമല്ലേ, അത് വിടൂ. ഞാൻ ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞ ആരോപണമാണ്. എങ്ങനെയാണ് സിറാജും സുപ്രഭാതത്തിനും ഒരു മതത്തിന്റെ നിറമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത്? ശ്രദ്ധിക്കുക വസന്ത് തെങ്ങുപള്ളി, ശ്രീ വസന്ത് സിറിയക്, ശ്രദ്ധിക്കുക ഒരൊറ്റ കാര്യം.
ആ പത്രത്തിൽ വന്ന കണ്ടന്റുമായി LDF കൊടുത്ത കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് വിയോജിപ്പില്ല. ആ പത്രത്തിന്റെ സ്വഭാവം എന്ത് എന്നതിലാണ് നിങ്ങൾക്ക് പ്രശ്നം. ആ സ്വഭാവം എങ്ങനെ ഒരു വശത്തെ മാത്രം ചാരുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. എനിക്ക് അടുത്ത അതിഥികളിലേക്ക് പോകാം, താങ്കളുടെ നിലപാട് വ്യക്തമാക്കിയാൽ. അല്ല, അങ്ങതിനെ ആ വഴി കൊണ്ടുപോകാൻ നോക്കണ്ട. നോക്കൂ, വളരെ കൃത്യമാണ്. അതിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നേ. ഫാക്ട് ചെക്കിംഗ് ഏജൻസി അടക്കം തള്ളിക്കളാൻ ഞാൻ സന്ദീപ് വാര്യറിന്റെ പോസ്റ്റല്ല എന്ന് പറഞ്ഞതിനെ അടക്കം നിങ്ങൾ സന്ദീപ് വാര്യറിന്റെ പോസ്റ്റ് ആക്കുന്നു. സന്ദീപ് വാര്യറിന് പകരം നിങ്ങളുടെ ഇടതു പ്രതിനിധി മനോരമയിൽ ഇരുന്ന് പറഞ്ഞതിനെ സന്ദീപ് വാര്യർ പറഞ്ഞതാണ് എന്ന് പറയുന്നു. മനോരമയുടെ ചീഫ് എഡിറ്റർ തന്നെ അതിനെ തള്ളിക്കളഞ്ഞില്ലേ? അങ്ങനെ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം കൊടുത്തു എന്നുള്ളത് ഒന്നാമത്തെ ആ പരസ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം. കണ്ടന്റ് റിലേറ്റഡ് ഇഷ്യൂ ആണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പ്രശ്നം, ഇലക്ഷന്റെ ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പരസ്യം കൊടുത്തു, രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ക്യാപ്സ്യൂൾ പോലെ പൈസ കുറവുള്ളടത്ത് കൊടുത്തെങ്കിൽ ദേശാഭിമാനി ഫ്രീ ആയി ചെയ്യില്ലേ? ദേശാഭിമാനി ഫ്രീ ആയി അവര് തീരുമാനിക്കട്ടെ, ദേശാഭിമാനി കൊടുക്കണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കട്ടെ. അതല്ല വിഷയം. പാർട്ടി മുഖപത്രം താങ്കൾ പറയുന്നു, പാർട്ടി മുഖപത്രത്തിൽ മാത്രം കൊടുക്കാനാണെങ്കിൽ അത് പാർട്ടിക്കാർ വായിക്കുന്നതാണല്ലോ, മറ്റുള്ള പത്രങ്ങളിൽ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ രണ്ട് പത്രത്തിനൊരു പ്രത്യേകം നിറം കൊടുത്തു? ഒന്ന്. രണ്ട്, ഇതിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് അവർ നൽകിയത്, LDFും CPIMും ഒക്കെ നൽകിയത് ശരിയാണെന്ന് ബോധ്യമാക്കുന്നതല്ലേ? തൻ്റെ അമ്മയുടെ വാഗ്ദാനം പുലർത്താനായി RSS കാര്യാലയം കുടുംബസ്വത്ത് വിഭജിക്കാൻ താൻ ഇപ്പോഴും വെമ്പൽ കൊള്ളുന്നു, 1 വർഷം കാത്തിരിക്കണമെന്ന് ഈ പത്രം അടിച്ച് പുറത്തു വന്ന് 24 മണിക്കൂറിനുള്ളിൽ സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതേ സന്ദീപ് വാര്യറാണല്ലോ നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ സഹാവാകും, തെറ്റുതിരുത്താൻ അനുവദിക്കണം, നമുക്കിതാ മുക്കിയെടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സന്ദീപ് ഒരു വർഷം CPM വന്നിരുന്നെങ്കിൽ, CPM-മായി സഹകരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയട്ടെ അതിനൊക്കെ ഉള്ള രാഷ്ട്രീയ മറുപടി ശ്രീ NN കൃഷ്ണദാസ് നൽകും. CPIM-മായി അങ്ങനെ ഒരാൾക്ക് സഹകരിക്കാനാകില്ല. നിലപാടിൽ ശുദ്ധീകരണം വരുത്തി അവരുടെ പാർട്ടി പരിപാടി അംഗീകരിച്ച് ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാതെ അവരുടെ പാർട്ടിയുമായി അവർ സഹകരിപ്പിക്കില്ല, അവർ അതിനുള്ളിലേക്ക് കയറ്റില്ല. അങ്ങനെ ഒരു പ്രക്രിയ അവർക്കുണ്ട്. കോൺഗ്രസിന് അതുണ്ടോ? സന്ദീപ് വാര്യർ അമ്മയുടെ വാഗ്ദാനം പാലിക്കുന്ന ഒരു RSSകാരനായി നിലനിന്നുകൊണ്ട് എങ്ങനെ കോൺഗ്രസിന് ത്രിവർണ പതാക തോളിൽ ചൂടാനാകും? അതാണ് രണ്ടാമത്തെ ചോദ്യം. വസന്ത് സുരേഖ്. അജിംഷാ, അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരണമെങ്കിൽ എന്താണ്? നിലപാടിന്റെ ശുദ്ധീകരണം നടത്തണം. സന്ദീപ് വാര്യർ പറഞ്ഞത് താൻ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞതെല്ലാം തെറ്റായി പോയെന്നും അത് വർഗീയതയുടെ അതല്ലെന്ന് തെളിയിക്കുന്നതല്ലേ അദ്ദേഹത്തിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട വാദം? അതല്ലെന്ന് തെളിയിക്കുന്നതല്ലേ അദ്ദേഹത്തിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട വാദം? തിരുത്തുന്നില്ല. അത് മതേതര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ? അതിനെ ഇതുമായി കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയാണ്? വസന്ത് സുരേഖ്, അതിനെ എങ്ങനെയാണ് ഒരു മതേതര പ്രസ്ഥാനത്തെയും RSSനെയുമായി കൂട്ടിയോജിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആ പത്രത്തിൻ്റെ സ്വഭാവം പറയുന്നു, അതിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യം സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഇതേ കൺസേൺഡ് പേഴ്സൺ തന്നെ എത്തുകയാണ്, സന്ദീപ് വാര്യർ തന്നെ എത്തുകയാണ്. താൻ RSS ആണ്, തൻ്റെ അമ്മയുടെ സ്വത്ത് RSSന് നൽകാൻ 1 വർഷം കാത്തിരിക്കുന്ന വെമ്പൽ അദ്ദേഹം പരസ്യമായി ബോധ്യപ്പെടുത്തുന്നില്ലേ? ഇതിനപ്പുറം എന്താണ് വസന്ത് സുരേഖ്? താങ്കളല്ലേ ഇപ്പോൾ ക്യാപ്ഷൻ വീഴുന്നത്? ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ട് അജിംഷാദ് അങ്ങേക്ക് അറിയത്തില്ലാത്തല്ല, അങ്ങ് കണ്ണടച്ച് ഇരുട്ടിയാക്കാണ്. നോക്കൂ, സന്ദീപ് പറഞ്ഞത് ഇന്നലെ വരെ പറഞ്ഞതിനെ ഞാൻ തിരുത്തുന്നു എന്നാണ്. തിരുത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അമ്മയുടെ വാഗ്ദാനം പാലിക്കാൻ ആ സ്വത്ത് കൊടുക്കുമെന്ന് പറഞ്ഞത് വസന്ത് സുരേഖ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്സ് റാക്കറ്റുണ്ടോ? ശരി, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. സന്ദീപ് വാര്യർ അമ്മയുടെ വാഗ്ദാനം പാലിക്കുന്ന ഒരു RSS പ്രവർത്തകനായി, ഒരു സംഘബോധമുള്ള പ്രവർത്തകനായി നിൽക്കുന്നു എന്നതിന് തെളിവല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ? പറയൂ, അത് നിഷേധിക്കാനാണെങ്കിൽ അത് ഫേക്കാണോ? അതിന്റെ ഉത്തരം പറയാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കോൺഗ്രസ് പോലും പറയാത്ത, പ്രതിപക്ഷം പോലും പറയാത്ത ആരോപണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ സരിൻ അത് ഇതുവരെ തിരുത്താഞ്ഞിട്ടും നിങ്ങൾ തോളിൽ കയറ്റി കൊണ്ടുപോയി നടക്കുന്നില്ലേ? അതിൽ കുഴപ്പമില്ലേ? ഇനി ഇതെന്താണ് താങ്കൾ സന്ദീപ് വാര്യരുടെ വർഗീയ നിലപാടുകൾ ചോദിക്കുമ്പോൾ ഒരു മതേതര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി
എതിർപ്പുകളുള്ള ഒരാൾ പറയുന്ന കാര്യങ്ങൾ അത് തിരുത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതും ഇതുമായി എങ്ങനെയാണ് കൂട്ടിക്കെട്ടുന്നത്? ഞാൻ ചോദിക്കുന്നത്, സന്ദീപ് വാര്യർ അമ്മയെക്കുറിച്ച് പറഞ്ഞു, RSSനെ കുറിച്ച് പറഞ്ഞു, അമ്മയുടെ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അത് ഫേക്ക് അല്ലല്ലോ. അപ്പോൾ ഈ പത്രത്തിൽ അവർ അടിച്ചു വന്ന കണ്ടന്റുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതല്ലേ? എന്താണ് കോൺഗ്രസിന്റെ ആ വിഷയത്തിലെ നിലപാട്? ഇതുവരെ അത് പറയുന്നില്ലല്ലോ. സരിനല്ല, സന്ദീപ് വാര്യർ. ഞാൻ ചോദിക്കുന്നത് സന്ദീപ് വാര്യരെ കുറിച്ചാണ്. അല്ലല്ലേ അതിന്റെ ഉത്തരം പറയാം. സരിൻ തിരുത്തുന്നു എന്ന് പറഞ്ഞ ഒരു ബൈറ്റ് ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് അങ്ങ് കാണിച്ചാൽ ഞാൻ അദ്ദേഹം പറഞ്ഞതാണ് തന്റെ നിലപാടുകൾ തിരുത്തുന്നത് അദ്ദേഹം പിന്നെ ബോധ്യപ്പെടുത്തിയതാണ്. ഞാൻ ചോദിക്കുന്നത് സന്ദീപ് വാര്യരുടെ കാര്യമാണ്, സ്പെസിഫിക് ആയി. സന്ദീപ് വാര്യരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യം നോക്കൂ. ഈ രാജ്യത്ത് ഒരു സിവിൽ നിയമമുണ്ട്. ആ നിയമപ്രകാരം മരിച്ചുപോയ ഒരാൾ അവരുടെ വില്ല് പറഞ്ഞു വെച്ചിരിക്കണോ, മകനെ ഏൽപ്പിച്ചതാണ്, അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കേണ്ടതായി വരും. അതിലെന്താ തെറ്റ്? ഇപ്പൊ RSS അവർ അമ്മ പറഞ്ഞെങ്കിൽ. ശ്രീ NN കൃഷ്ണദാസ്, നിങ്ങളുടെ പാലക്കാട് എന്താണ് സംവദിക്കുന്നത്, എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എന്തൊക്കെ രാഷ്ട്രീയ പ്രക്രിയകളാണ് അലയടിക്കുന്നത്? ഈ 2 പത്രത്തെ സെലക്ട് ചെയ്തത് അടക്കം കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് CPIM-നും LDF-നും മറുപടി ഉണ്ടോ? പാലക്കാട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ P. സരിൻ ഉറപ്പായും വിജയിക്കും എന്ന ഒരു മേളം തന്നെയാണ്. LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. LDF വിജയിക്കും, ഡോക്ടർ സരിൻ വിജയിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് UDF-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെപ്രാളങ്ങൾ. അവർക്ക് സമനില തെറ്റിയതുപോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നോക്കുന്നത് ഞങ്ങൾക്ക് എത്രത്തോളം അനുകൂലമായിട്ടുള്ള സ്ഥിതിയുണ്ട് എന്ന് ഞങ്ങളുടെ ക്യാമ്പിനേക്കാളും കൂടുതൽ നിങ്ങൾക്കൊരു കണ്ണാടി പിടിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക എതിർ ക്യാമ്പിൽ ഉണ്ടാകുന്ന അങ്കലാപ്പ് നോക്കിയിട്ടാണ്. ഇങ്ങനെ UDF ഒരു തെരഞ്ഞെടുപ്പിൽ അങ്കലാപ്പിലായിട്ടുള്ള ഒരു പ്രകടനം, അവരുടെ മുഖത്തുള്ള പരിഭ്രമം, ആ ക്യാമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്കലാപ്പുകളും പരിഭ്രമങ്ങളും നിശ്ചയദാർഢ്യമില്ലായ്മയും എന്താണ് ചെയ്യേണ്ടത് എന്ന നിശ്ചയമില്ലായ്മയും ഇങ്ങനത്തെ ഒരു തരം അലങ്കോല അവസ്ഥ UDF-ൽ സംഭവിച്ചു കഴിഞ്ഞു. ഇത് തെളിയിക്കുന്നത് LDF മുന്നേറി, LDF ഇവിടെ വിജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അജിംഷ ചോദിച്ചതിൻ്റെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് സംഭവിക്കുന്നു പാലക്കാട് എന്നത് LDF വിജയിക്കാൻ പോകുന്നു. അതിൻ്റെ വെപ്രാളം UDF അടക്കി വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ പുറത്തേക്ക് വിടുന്നു എന്നതാണ്. ഇതാണ് ഇന്ന് പാലക്കാട്ടെ അവസ്ഥ. LDF-ൻ്റെ അനുകൂലമായിട്ടുള്ള ഒരു ഒഴുക്ക് തന്നെ പാലക്കാട് ഉണ്ടായിരിക്കുന്നു. ഇത് പാലക്കാട് മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥ ഇതോടുകൂടി ഉണ്ടാവും. കേരളത്തിൻ്റെ കുറച്ച് കാലത്തെ, ഒരു അരനൂറ്റാണ്ട് കാലത്തെയെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഉപതെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ദിശാബോധം നിർണയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെടുന്നതിന് അനുകൂലമായ സാഹചര്യം തന്നെ രൂപപ്പെട്ടത് 4 അസംബ്ലി മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഏത് കാലത്തും കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശാബോധത്തെ നിർണയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറാൻ പോവുകയാണ്. UDF തകരുന്നു, BJP തകരുന്നു, LDF കേരളത്തിൽ ഏറ്റവും ജനപിന്തുണയുള്ള ഒരു പ്രസ്ഥാനമായി മാറുന്നു. അതിനനുകൂലമായിരിക്കും ചേലക്കരയിലും പാലക്കാട്ടും ഉള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിലുണ്ടാവുക. വയനാട്ടിലുൾപ്പെടെ LDF-ന് ഒരു മുന്നേറ്റം തന്നെയാവും ഉണ്ടാവുക. ഇങ്ങനെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യാദൃച്ഛികമായി സംഭവിച്ച UDF-ൻ്റെ വിജയം ജനങ്ങൾ തിരസ്കരിക്കുകയും LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ തന്നെ മാറുകയും ചെയ്യുന്ന ഫലമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നതോടുകൂടി സംഭവിക്കുക. ഇതാണ് കേരളത്തിൽ കൃഷ്ണദാസ് ഈ 2 പത്രത്തിൽ ദേശാഭിമാനിയിൽ നൽകാതെ മറ്റ് 2 പത്രത്തിൽ വന്നു നിൽക്കുന്ന ഏതൊരാൾക്കും സന്ദീപിനെയും സരിനെയും ഒരേ നുഖത്തിൽ കെട്ടുന്നതുമായ രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടി ഉണ്ടോ? LDF ഇഷ്ടമുള്ള പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുക്കും. അതൊക്കെ ചോദ്യം ചെയ്യാൻ UDF ആരാ?
ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പത്രങ്ങളിൽ പരസ്യം കൊടുക്കും. ആ പരസ്യത്തിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കോ നമ്മുടെ രാഷ്ട്രീയ സദാചാര മൂല്യങ്ങൾക്കോ എതിരാണെങ്കിൽ UDFന് അവരുടെ അഭിപ്രായം പറയാം. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ഏത് പത്രത്തിൽ പരസ്യം കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ ഞങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങൾ അതിനൊന്നും ഒരു പുല്ല് വില കൽപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പത്രത്തിൽ ഞങ്ങൾ പരസ്യം കൊടുക്കും. വസന്ത് അദ്ദേഹം പറയട്ടെ, താങ്കൾ ഞങ്ങൾ ഇഷ്ടമുള്ള പത്രത്തിൽ പരസ്യം കൊടുക്കും. അതൊക്കെ എന്താണ് ആ പത്രത്തിനുള്ള അയോഗ്യത താങ്കൾ പറഞ്ഞില്ലല്ലോ. ശ്രീ കൃഷ്ണദാസ് പറയട്ടെ, താങ്കളുടെ സമയത്ത് അദ്ദേഹം ഇടപെട്ടില്ല. ശ്രീ വസന്ത് ശ്രീ താങ്കളുടെ സമയത്ത് അദ്ദേഹം ഇടപെട്ടില്ല. ആ ജനാധിപത്യ മര്യാദ കാണിക്കും. ഇതൊരു ഡെമോക്രാറ്റിക് ആംബിയൻസിലല്ലേ നമ്മൾ. എന്താണ് ഞെട്ടിക്കുന്ന പ്രതികരണം? അല്ലല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പറയാണ്, കമ്മ്യൂണിസ്റ്റ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അയാൾ പറയാണ് അപ്പൊ ദേശാഭിമാനി കൊടുത്തില്ല, കമ്മ്യൂണിസ്റ്റ് പത്രമായ ദേശാഭിമാനി കൊടുത്തില്ല, കമ്മ്യൂണിസ്റ്റ് പത്രമായ ദേശാഭിമാനി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് അദ്ദേഹം പറയാണ്. പാലക്കാട് ജില്ലയിലെ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ശരി, താങ്കളുടെ വാദം താങ്കളുടെ സമയത്ത് പറയാം. ശ്രീ എൻ എൻ കൃഷ്ണദാസ്, ഇതിലെ കണ്ടന്റ്, നിങ്ങൾ പത്രത്തിൽ നൽകിയ കണ്ടന്റ് ശരിവെക്കുന്നതാണോ ഈ സന്ദീപ് വാര്യരുടെ അമ്മയുടെ വാഗ്ദാനം RSS ഇതിലേക്ക് എത്തിക്കുന്നത്? എനിക്ക് ഈ UDFൻ്റെ പ്രതിനിധി ആരാന്ന് മനസ്സിലാവാത്തത് എൻ്റെ കുറ്റമല്ല. ഞാനിവിടെ TV ഇരിക്കുന്നിടത്തല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ TVയുടെ സ്ക്രീൻ ഞാൻ കാണുന്നില്ല. എനിക്ക് ആരോ ആയിക്കോട്ടെ, അദ്ദേഹം ബഹുമാനായിട്ടുള്ള UDFൻ്റെ പ്രതിനിധി. UDF എത്രത്തോളം അലങ്കോലപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം പരിഭ്രമിച്ചിരിക്കുന്നു, അവരുടെ നില തെറ്റിയിരിക്കുന്നു, അവരുടെ സമനില തെറ്റിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിഭ്രമങ്ങളും ഈ അപക്വമായിട്ടുള്ള ഇത്തരം പ്രതികരണങ്ങളും കാണിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, UDFൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പെരുമാറേണ്ടി വരുന്നത്. എത്രത്തോളം UDF അടിപതറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ക്ഷമയില്ലാതെ. ഇത് ശരിയല്ല. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായം പറയുന്ന സമയത്ത് ഇടപെടരുത്. അതൊരു മര്യാദയാണ്. താങ്കൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല. ശ്രീ എൻ എൻ കൃഷ്ണദാസ്, ദയവായി തുടരൂ. ശ്രീ പ്ലീസ്. എൻ എൻ കൃഷ്ണദാസ്, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. ഇതാണ് UDFൻ്റെ അവസ്ഥ. ഈ മനുഷ്യരുടെ സമനില തെറ്റിപ്പോയാൽ, പരിഭ്രമിച്ചു പോയാൽ പിന്നെ ചെയ്യുന്നതൊക്കെ അബദ്ധങ്ങളായിരിക്കും. ആ അബദ്ധമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പെരുമാറിക്കൊണ്ടിരിക്കുന്നതും. സമനില തെറ്റിയിരിക്കുന്നത് UDFൻ്റെ പാലക്കാട്ടെ UDFൻ്റെ മനോനിലയുടെ പരിച്ഛേദമാണ് ഇദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പാലക്കാട്ടെ UDFൻ്റെ അവസ്ഥ. അപ്പോൾ അത് അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ പത്രങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ച് ഞങ്ങൾക്ക് തോന്നിയ പത്രങ്ങളിലൊക്കെ ഞങ്ങൾ പരസ്യം കൊടുക്കും. അതൊന്നും ചോദ്യം ചെയ്യാൻ ഒരാളെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ പരസ്യം കൊടുത്ത പത്രങ്ങളിൽ പരസ്യപ്പെടുത്താനേ ഞങ്ങൾ നിശ്ചയിച്ചത്. അത് ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ തോന്നൽ. ഞങ്ങൾക്ക് തോന്നിയ പത്രങ്ങളിലൊക്കെ ഞങ്ങൾ പരസ്യം കൊടുക്കും. നിയമപരമായിട്ട് എന്തെങ്കിലും ഇതിനെ ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ഞങ്ങൾ ചലഞ്ച് ചെയ്യാം. രാഷ്ട്രീയമായിട്ട് ഈ പരസ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ സദാചാര മൂല്യങ്ങളെ ലംഘിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം. ഈ പരസ്യത്തിൻ്റെ കണ്ടൻറ്റിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഞങ്ങൾക്ക് തോന്നിയ പത്രങ്ങളിൽ ഞങ്ങൾ പരസ്യം കൊടുക്കും, തോന്നിയ ചാനലുകളിൽ ഞങ്ങൾ പരസ്യം കൊടുക്കും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ അവകാശം, ഞങ്ങൾക്ക് തോന്നിയതിൽ. ഇതിനോടനുബന്ധമായിട്ട് പറയാനുള്ളത്, ഈ പരസ്യം വന്ന 2 പത്രങ്ങൾ അധമ പത്രങ്ങളാണ്, സമൂഹത്തിൽ സ്വീകാര്യതയില്ലാത്ത പത്രങ്ങളാണ് ഇത് UDFന് അഭിപ്രായം. അത് അവരുടെ സ്വന്തം, ഞങ്ങളങ്ങനെ കണക്കാക്കുന്നില്ല. ഞങ്ങൾ ഈ കേരളത്തിലെ എല്ലാ പത്രങ്ങൾക്കും അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്ന എല്ലാ പത്രങ്ങൾക്കും തുല്യമായിട്ടുള്ള പരിഗണന കൊടുക്കുന്ന പത്രങ്ങളാണ്, നിലപാടാണ് ഞങ്ങളുടെ. ഈ പത്രം വന്ന 2 പത്രത്തിലെ പരസ്യമാണല്ലോ അവർക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഈ പരസ്യം വന്ന 2 പത്രങ്ങൾ അധമ പത്രങ്ങളാണ് എന്ന് UDFന് അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ ബഹുമാനായിട്ടുള്ള സുഹൃത്ത് അദ്ദേഹം പറയട്ടെ, ഈ 2 അധമ പത്രങ്ങളിൽ നിങ്ങൾ എന്തിനു പരസ്യം കൊടുത്തു എന്ന് അദ്ദേഹം ചോദിക്കട്ടെ. ആ പത്രങ്ങൾ അധമ പത്രങ്ങളാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയട്ടെ. ഞങ്ങൾ എല്ലാ പത്രങ്ങളെയും തുല്യമായിട്ട് കണക്കാക്കുന്നവരാണ്. ഞങ്ങൾ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നത് ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം.
ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, നിരവധി മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഒരു 2 പത്രത്തെ മതത്തിൻ്റെ ചിഹ്നം നൽകി മാറ്റി നിർത്തുന്നു, അതിലെ കണ്ടൻറ്റുകൾ വിമർശിക്കപ്പെടാൻ പറ്റാതാകുന്ന ഒരവസ്ഥയെ ആണ് അദ്ദേഹം ഷാർപ്പായി ചൂണ്ടിക്കാണിച്ചത്. ശ്രീ NN കൃഷ്ണദാസ്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ പത്രങ്ങൾക്ക് മതം നൽകി മാറ്റി നിർത്തുന്ന രീതി പാലക്കാടൻ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വന്നു? UDF അതെങ്ങനെ ഉന്നയിക്കുന്നു? എന്താണ് അതിൻ്റെ ബീജം, അതിൻ്റെ വിത്തെന്താണ്? അജിംഷാദെ, സത്യത്തിൽ നമ്മൾ ഈ കോൺഗ്രസ്സുകാർ എത്രമേൽ നിലമറന്നാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കാണുമ്പോൾ അത്ഭുതപ്പെടുകയല്ല, സഹതപിക്കാനേ കഴിയുന്നുള്ളൂ. ഞാനത് പറയാൻ കാര്യം, താൻ ജന്മനാ കോൺഗ്രസ്സുകാരനാണ് എന്ന് പരസ്യമായി ആവർത്തിച്ച് പറയുകയും മരണം വരെ ആ സമീപനം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ സ്വതന്ത്ര കോൺഗ്രസ്സുകാരനെ നിലപാട് സ്വീകരിച്ച ആളായിരുന്നല്ലോ ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹം പത്രാധിപരായിരുന്നൊരു പത്രത്തെപ്പറ്റിയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അതിന് പോലും ഈ കോൺഗ്രസ്സുകാർക്ക്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക്, രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും അടക്കമുള്ളവർക്ക്, ഇവിടെ ഇരിക്കുന്ന വസന്തനുൾപ്പെടെയുള്ളവർക്ക് യാതൊരു ലജ്ജയുമില്ല എന്നുള്ളത് സഹതാപം മാത്രമേ ഉണർത്തുന്നുള്ളൂ ഇവരെ പറ്റി. അത്തരം ഒരു പത്രത്തിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് CPM ഈ പത്രങ്ങൾ കൊടുത്തു? അതിന് ശ്രീ NN കൃഷ്ണദാസ് വൃത്തിയായി മറുപടി പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ടതില്ലെങ്കിലും എനിക്കതിനോട് അന്ന് ആഡ് ചെയ്യാനേ ഉള്ളൂ, കൂട്ടിച്ചേർക്കാനേ ഉള്ളൂ. ഈ പത്രങ്ങളുടെ പൊളിറ്റിക്കൽ റീച്ച് എന്ന് പറയുന്നത് വേറൊരു രൂപത്തിലാണ്, രീതിയിലാണ്. അതറിയാത്ത ആരാണുള്ളത്? അപ്പോൾ ആ റീച്ചിലേക്ക് എത്താനായിട്ട് LDFന് അവകാശമുണ്ട്. ആ അവകാശം അവർ ഉപയോഗിക്കുന്നു. അത് നിയമാനുസൃതമായാണ്, ജനാധിപത്യപരമായാണ് അവരത് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതിന് ഏത് തരത്തിലാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്? സുകുമാർ അഴീക്കോട് ചീഫ് എഡിറ്ററായിരുന്ന ഒരു പത്രത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് അവർ ചോദ്യം ചെയ്യുന്നത്? അതോ ആ പത്രം റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു സമുദായത്തിലെ, ന്യൂനപക്ഷ സമുദായത്തിലെ അംഗങ്ങളെയാണോ, അതോ സമുദായത്തിലാണോ വികഴ്ത്താൻ ശ്രമിക്കുന്നത്? എത്രമേൽ പരിഹാസ്യവും അധിക്ഷേപാർഹവും എന്ന് മാത്രമല്ല, അത്രമേൽ പ്രതിഷേധാർഹവുമാണ് ഇവരുടെ നിലപാടുകൾ. ഇതുമായി ബന്ധപ്പെട്ട ഓരോ അണുവിലും അവരുടെ വർത്തമാനങ്ങൾ അങ്ങനെ തന്നെ കാണാൻ കഴിയൂ. കാരണം ഈ കൃഷ്ണദാസ് ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് അവരെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ്. പരിഭ്രാന്തിയുടെ കാരണം എന്ന് പറയുന്നത്, ഈ ഡോക്ടർ P. സരിൻ LDFന് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു, LDF അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് വലിയ സ്വീകാര്യത നേടുന്നു. CPMൻ്റെ പൊളിറ്റിക്കൽ സർക്കിളിൽ, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ റീച്ചിന് പുറത്ത് ഈ ഇടതുപക്ഷ ബാഹ്യമായ വോട്ട് കേന്ദ്രങ്ങളിൽ പോലും, വോട്ടർമാരിൽ പോലും വലിയ സ്വീകാര്യത സരിന് വരുന്നുണ്ട്. ആ സ്വീകാര്യത വോട്ടായി തന്നെ മാറും എന്ന് ഓരോ ദിവസവും വളരെ വ്യക്തതയോടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് പുതിയൊരു ആളിനെ BJP ക്യാമ്പിൽ നിന്ന് ഇവരെടുത്തുകൊണ്ട് തോളത്തിരുത്തുന്നത്. അതാരാണ്? സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ വർഗീയതയുടെ പ്രതീകം എന്ന് മാത്രമല്ല, കടുത്ത ഭ്രാന്തമായ ഹൈന്ദവ വർഗീയത പ്രതീകമായിട്ടാണ് കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്നത്. അപ്പോഴാണ് വസന്ത് ചോദിക്കുന്നത്, ക്രിസ്റ്റൽ ക്ലിയർ ആവുമെന്ന് നിങ്ങളുടെ നേതാവല്ലേ പറഞ്ഞത്, AK ബാലനല്ലേ പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ടെന്നേ, ശരിയാണെന്നേ. ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ആ ട്രാൻസിഷൻ പീരീഡിന് ശേഷം ഞങ്ങളോടൊപ്പമാണെന്നുണ്ടെങ്കിൽ നിലപാട് വ്യക്തമാക്കിയാൽ കൂടെ കൂട്ടും, ക്രിസ്റ്റൽ ക്ലിയർ വ്യക്തിത്വം ഉണ്ടാകാൻ കഴിയുന്ന ആളാണ് എന്ന് പറയുന്നത്. അതല്ല, സന്ദീപ് വാര്യർ ലീഗിൻ്റെ ആസ്ഥാനത്ത് പോകുന്നു, K. സുധാകരനും സതീശനുമൊപ്പം നിന്ന് ഷാൾ അണിയുന്നു. അതിനുശേഷമാണ് സന്ദീപ് വാര്യർ ഇറങ്ങിപ്പറയുന്നത് തൻ്റെ അമ്മയുടെ വാഗ്ദാനപ്രകാരം കുടുംബസ്വത്തിലെ ഒരു ഭാഗം RSSന് നൽകാൻ ഇപ്പോഴും തയ്യാറാണെന്ന്. ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? അത് വ്യക്തമല്ലേ? നമ്മളതിൻ്റെ അകത്ത് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല അജിംഷാദെ. തീവ്ര ഹൈന്ദവതയുടെ അങ്ങേയറ്റത്തെ കടുത്ത നിലപാടുകളിലും സ്വപ്നങ്ങളിലുമാണ് താൻ ഇപ്പോഴും നിലകൊള്ളുന്നത് എന്ന് അടിവരയിട്ട് പറയുകയാണ് സന്ദീപ് വാര്യർ ആ വാക്യങ്ങളിലൂടെ ചെയ്യുന്നത്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? അത്രയും തീവ്ര ഹിന്ദുത്വയിൽ താൻ ഉറച്ചു നിൽക്കുന്നു. ആ മനുഷ്യനെയാണ് ഇവർ പാണക്കാട് തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് സാദിഖലി തങ്ങൾ പറയുന്നതിലൂടെ കാര്യങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത കൈവരും എന്ന് UDF കരുതുന്നത്. ഇതൊക്കെയാണോ ഒരു ഇലക്ഷനിയറിങ്ങിൽ കാണിക്കേണ്ട
അവസാന മണിക്കൂറുകളിലെ ജനാധിപത്യപരമായ പ്രവർത്തനം എന്നുള്ളത് ആരാണ് ആലോചിക്കേണ്ടത്? അത് ആലോചിക്കില്ല. UDF ആകുമ്പോഴത്തേക്ക് അത് ആലോചിക്കാനില്ല. അതുകൊണ്ടാണല്ലോ അങ്ങേ അറ്റത്തെ വൺ മാൻ ഷോ എന്ന പോലെ പറയുന്നത്, തോറ്റാൽ ഉത്തരവാദിത്വം എനിക്കാണ് എന്നാരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവ്. ജയിച്ചാലോ അതും ഉത്തരവാദിത്വം എനിക്കാണ്. ഇത് പറയുകയാണ് അദ്ദേഹം. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ വിശ്വസിക്കുന്ന, ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു കാര്യം എങ്ങനെയാണ് പറയുക എന്നുള്ളത് പോലും ആരും ചോദിക്കാനില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ തന്നെ 10ലധികം നേതാക്കൾ അവിടുന്ന് ആ ക്യാമ്പിൽ നിന്ന് തന്നെ കൊഴിഞ്ഞ് പരസ്യമായി രംഗത്ത് വരുന്നത്, സരിൻ ഉൾപ്പെടെയുള്ളവർ. അതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പുതിയ വോട്ടർമാരുടെ ആഭിമുഖ്യമുണ്ട് LDFിനോട്. ആ ആഭിമുഖ്യമാണ് സരിൻ തരംഗം എന്ന് ഇന്ന് ആ 2 പത്രങ്ങളിലും കണ്ട പ്രധാനപ്പെട്ട പരസ്യവാചകമായിട്ട് തന്നെ വരുന്നത്. അത് പരസ്യവാചകം മാത്രമല്ല, വോട്ടർമാരുടെ സ്വീകാര്യത കൂടിയാണത് കാണിക്കുന്നതെന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നം. അത് ചർച്ച ചെയ്യാം, അത് വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യവുമാണ്. പക്ഷേ ആ കണ്ടൻ്റ് അല്ല തർക്കപ്രശ്നം. ഈ പത്രങ്ങളിൽ എന്തിനു കൊഴുത്തു എന്നുള്ള തർക്കപ്രശ്നം. അവിടെയാണ് ഇതിൻ്റെ ഈ അപഹാസ്യമായ വൈരുദ്ധ്യമെന്ന് കിടക്കുന്നത്. കോൺഗ്രസ് ഭാഗത്തുനിന്ന് വരുന്നത്, UDF ക്യാമ്പിൽ നിന്ന് വരുന്നത്. അത് ഒരാളല്ല, ഇതുമായി ബന്ധപ്പെട്ട ആരോട് ചോദിച്ചാലും ഇത്തരത്തിലുള്ള ഈ എന്താ പറയുന്നത്, ഈ വക്രീകരണവാദങ്ങൾ മാത്രമേ, ന്യായീകരണങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്ന് കാണുമ്പോഴാണ് നമ്മുടെ വസന്തിനെ പോലുള്ളവരിന്ന് പോലും അത് വരുന്നത് കാണുമ്പോൾ കഷ്ടം എന്ന് പറയാനല്ലാതെ. അത് മാത്രമല്ല ചേർത്ത് വെക്കേണ്ട ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം മുതിർന്ന ആൾക്കാർ, ശ്രീ M ജയചന്ദ്രൻ, ചേർത്ത് വെക്കേണ്ട ചില ഘടകങ്ങളുണ്ട് എന്നത്. കാരണം നോക്കൂ, 1992 ഡിസംബർ 6 സംഭവിച്ച മതേതരത്വത്തിനേറ്റ ആഘാതമെന്ന് രാജ്യം പൊതുവിൽ വിശേഷിപ്പിച്ച ആ ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ അതിനോട് വിയോജിപ്പുണ്ട്. കെ സുധാകരൻ്റെ അത്തരം നിലപാടുകളോട്. ജാംബവാൻ്റെ കാലത്തെ സംഭവമെന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം ഇത്രയും തീവ്ര നിലപാട് സൂക്ഷിക്കുന്ന ഒരാളെ ഇപ്പോഴും ആ മനസ്സ് മാറാതെ തന്നെ കോൺഗ്രസിനോട് ചേർത്ത് പിടിക്കുന്നു. ഇങ്ങനെ നിരവധി ഇതിൻ്റെ കൾമിനേഷൻ, ഇതിൻ്റെ പരിണാമം സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഈ തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ മുതൽ ഇങ്ങോട്ടേക്ക് ഇന്ന് വരെയുള്ള കാര്യങ്ങളിൽ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രതിഫലിക്കുന്നത്? ശ്രീ M ജയചന്ദ്രൻ. അല്ല, അത് ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞതുപോലെ ഈ ബാബറിയുടെ കാര്യത്തിലടക്കം ശക്തിയായിട്ട് എതിർത്തതാരാണ്? ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ നിലപാടിനെ അപ്പോൾ തന്നെ ശക്തിയായിട്ട് എതിർത്തല്ലോ അദ്ദേഹം. അങ്ങനെ ജാംബവാൻ്റെ കാലത്ത് നിന്ന് പറയാനേ പാടില്ല, പറ്റില്ല, ഇന്ത്യക്കേറ്റ ഏറ്റവും കടുത്ത മുറിവാണത് എന്ന് പറഞ്ഞ മുല്ലപ്പള്ളിയല്ലേ? അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആ ക്യാമ്പിൽ UDF പാളയത്തിൽ ഉണ്ടാകുന്ന നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു കുത്തൊഴുക്ക് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്തരത്തിൽ അനുദിനം ഉണ്ടായിട്ടുള്ള നിരന്തരം ഇത്തരം പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് UDFൽ കോൺഗ്രസിൽ ശക്തിയായിട്ട് വരുമ്പോൾ മറുഭാഗത്ത് ഇവിടെ BJP ക്യാമ്പിൽ അത് തന്നെയല്ലേ വരുന്നത്. അപ്പോഴും ഈ അജിംഷാദെ കാണേണ്ട ഒരു കാര്യം, ഈ ഇലക്ഷനിൽ നമുക്കറിയാം ഈ ഇലക്ഷൻ പ്രോസസ്സിൽ എന്തായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ വരെയുള്ള കാര്യം, ഇപ്പോഴത്തെ ഇലക്ഷനിൽ എന്താണ് ഈ ഇലക്ഷൻ ഇയറിങ്ങിൽ ഉടനീളം കണ്ടത്, ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് കണ്ടത്, അതിൽ വോട്ടർമാരുടെ മനസ്സ് എങ്ങോട്ടാണ്, ഇതൊക്കെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വരുന്നത് വസന്ത് ശ്രീക്ക്, അതായത് ഇവിടെ വർഗീയതയെ കൂട്ടുപിടിക്കുന്നു, BJPയുമായുള്ള ഡീൽ, ഇത് പറഞ്ഞത് CPIMോ LDFോ മാത്രമല്ല. ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിച്ചത് കോൺഗ്രസിനോടൊപ്പം രാപ്പാർത്തവരാണ്, കോൺഗ്രസിനോടൊപ്പം ജീവിച്ചവരാണ്. അത് സരിനായിക്കോട്ടെ, അതിനുശേഷം വന്ന ഷാനിബ്, ശശി, സിതാര, പിന്നീട് ഇങ്ങോട്ടേക്ക് ഷിഹാബുദ്ദീൻ അടക്കം നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി സദ്ദാം, എന്നാൽ പോലും ഇങ്ങനെ ഒരു വിഭാഗമാണ്. മാത്രമല്ല ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഇത്തരം നിലപാടുകളോട്, വർഗീയ പ്രീണനം നടത്തുന്ന നിലപാടുകളോട് വിയോജിപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണ്. സ്വാഭാവികമായും NN കൃഷ്ണദാസ് LDFിൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് പറയുന്നത് കോൺഗ്രസ്സിനുള്ളിലെ ഈ ഭിന്നത കൂടിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് മറ്റു പല സന്ദേശങ്ങൾക്കും ഇട നൽകുമെന്ന് കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെ ചിന്തകൾ ഉയരുന്നു എന്നുള്ളതാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1992 ഡിസംബറിലുള്ള ദേശീയ ദുരന്തത്തെ പോലും ന്യായീകരിക്കുന്നു. അതും മതേതരത്വത്തിൻ്റെ ചേരിയിൽ നിന്നല്ല, എതിർചേരിയിൽ നിന്ന് ന്യായീകരിക്കുന്നു KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ. ഈ ഒരു പശ്ചാത്തലം നിങ്ങളുടെ ഈ സന്ദീപ് വാര്യരുടെ നിലപാടുകൾ, അമ്മയുടെ ദാനം അടക്കം കൂട്ടി വായിക്കേണ്ടതാണ്. അത് പാലക്കാട് കൂട്ടി വായിക്കില്ലേ ശ്രീ വസന്ത് ശ്രീയേക്ക്? ശ്രീ അജിംഷാദ്, അങ്ങ് എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാൻ സമയം തരണം. തീർച്ചയായും. ഒന്ന്, ഈ ചർച്ചയിലെ ഇടതു പ്രതിനിധി അദ്ദേഹം പാലക്കാട്ട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ ഒരു നേതാവാണ്. അദ്ദേഹം എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അപ്പോ അങ്ങനെയുള്ള ആ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പത്രങ്ങളിൽ കൊടുക്കും. അത് ധാർഷ്ട്യത്തിന്റെ ശബ്ദമാണ്, കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാവാം. പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ള പത്രങ്ങളിൽ അതിനേക്കാൾ വലിയ ധാർഷ്ട്യമല്ലേ ആ 2 പത്രത്തിന് ഒരു പ്രത്യേക നിറം കൊടുക്കുന്നത്? പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ അനുവദിക്കണം. തീർച്ചയായും. ആ ധാർഷ്ട്യം അദ്ദേഹം കാണിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ആ ധാർഷ്ട്യത്തിന്റെ ഭാഗം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്ന്, ദേശാഭിമാനി അതിലില്ല. അതാണ് എനിക്ക് ഞെട്ടൽ ഉളവാക്കിയത്. ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഇഷ്ടപത്രത്തിൽ ദേശാഭിമാനി ഇല്ല. എന്നത് അങ്ങേക്കും ബാക്കിയുള്ളവർക്കും ഞെട്ടലില്ലെങ്കിലും ഇടതായി ചിന്തിക്കുന്നവർക്ക്, കമ്മ്യൂണിസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ഇടതായി ചിന്തിക്കുന്നവർക്ക് അത് ഞെട്ടൽ ഉണ്ടാക്കും. എനിക്ക് ആ ഞെട്ടൽ ഉണ്ടാക്കി. 2, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് പരസ്യം കൊടുക്കും. അങ്ങനെ സൗകര്യമുള്ളിടത്ത് പരസ്യം കൊടുക്കാൻ പറ്റില്ല ശ്രീ NN കൃഷ്ണദാസ്. കാരണം ഈ രാജ്യം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ബേസിസിലല്ല. ഈ രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ പ്രകാരം നിങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ പരസ്യത്തിന്റെ അനുമതി എടുക്കേണ്ടിയിരുന്നു. നിങ്ങൾ അത് എടുത്തില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അതുകൊണ്ടാണ് പാലക്കാട് ജില്ലാ കളക്ടർക്ക് നിങ്ങളോട് ഈ പത്രങ്ങളോട് വിശദീകരണം ചോദിക്കേണ്ടി വരുന്നത്. ഇനി അങ്ങ് പറഞ്ഞ് പരസ്യവുമായി ബന്ധപ്പെട്ട് ശ്രീ NN കൃഷ്ണദാസ് വളരെ വലിയ കാര്യത്തിൽ എനിക്ക് സ്റ്റഡി ക്ലാസ് എടുത്തു. ആ സ്റ്റഡി ക്ലാസ് നിങ്ങളുടെ തന്നെ സഹചാരിയായ CPIയുടെ ജില്ലാ സെക്രട്ടറിക്ക്, അങ്ങേക്ക് അറിയാമായിരിക്കുമല്ലോ പാലക്കാട് CPIയുടെ ജില്ലാ സെക്രട്ടറിയെ, ആ CPIയുടെ ജില്ലാ സെക്രട്ടറിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അദ്ദേഹം വിരുദ്ധാഭിപ്രായം 1 മണിക്കൂർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ ഒരു പരസ്യം കൊടുത്തതിൽ വർഗീയ ചുവയുണ്ട് എന്ന് പറഞ്ഞത് CPIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. നിങ്ങൾ പറഞ്ഞത് ഇവിടെ നിന്ന് വിട്ടുപോയ സരിന്റെ ഒക്കെ കാര്യമാണല്ലോ. ഇപ്പൊ നിങ്ങളുടെ കൂടെ തന്നെയുള്ള CPIയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അജിംഷാദ് പിന്നീട് ഒരു കാര്യം ചോദിച്ചു, എന്താണ് ഡോക്ടർ സരിൻ അടക്കമുള്ളവർ പറഞ്ഞത്? അജിംഷാദ്, പാർട്ടി വിട്ടു പോകുന്നവർ ഞങ്ങളുടെ പാർട്ടിയെ പറ്റി നല്ലത് പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്, ആണോ? CPM വിട്ടു പോകുന്നവർ നല്ലത് പറഞ്ഞിട്ടാണോ പോകുന്നത്? പക്ഷേ സന്ദീപ് വാര്യർ ഇപ്പോഴും RSSനെ കുറിച്ച് നല്ലത് പറയുന്നു. ആരാണ് സന്ദീപ് വാര്യർ ഇപ്പോഴും RSSനെ കുറിച്ച് നല്ലത് പറയുന്നു. ആ സംശയം താങ്കൾ ഇതുവരെ പൂർത്തീകരിച്ചില്ല. സംശയം നിവാരണം എന്ത് നല്ലതാണ് പറഞ്ഞത്? ഒരു നല്ലതും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അമ്മയുടെ വിൽ മരണത്തിന് മുമ്പ് അവർ പറഞ്ഞു വെച്ചിരുന്ന അവരുടെ വില്ല് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അതിനോട് യോജിപ്പുണ്ടോ? RSSന് ഇപ്പോഴും സ്വത്ത് കൈമാറാമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ നിലപാടിനോട് കോൺഗ്രസിന് യോജിപ്പുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അതൊരു സിവിൽ മാറ്ററാണ്. അവരുടെ അമ്മയുടെ മരണപത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണ ആവശ്യം, ആഗ്രഹം, അത് ഒരു സിവിൽ മാറ്ററാണ്. അതങ്ങനെ ഒരു പൊളിറ്റിക്കൽ മാറ്റർ ആവുന്നത്? കോൺഗ്രസിൽ പ്രവേശിച്ചതിന് ശേഷം എത്ര കൃത്യമായാണ് അദ്ദേഹം RSSന്റെ സംഘപരിവാരത്തെ ആക്രമിക്കുന്നത്? നോക്കൂ അജിംഷാദ്, അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കലി ഞാൻ 2 ചോദ്യം ചോദിക്കാം. SDPIയുടെ വോട്ട് വേണ്ടെന്ന് നിങ്ങൾ പറയുമോ? 2, പാലക്കാട് ആരൊക്കെ തമ്മിലാണ് മത്സരം? കോൺഗ്രസിന്റെ വിലയിരുത്തൽ പാലക്കാട് ആരൊക്കെ തമ്മിലാണ് മത്സരം? ഈ 2 പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് താങ്കൾക്ക് നടത്താമോ? രണ്ടിന്റെ ഉത്തരം പറയാം. അങ്ങൊന്ന് വഴങ്ങണേ. ഒന്ന്, SDPIയുടെ കൂടെ ഞങ്ങൾ പഞ്ചായത്ത് ഭരിക്കുന്നില്ല. ആരാണ് ഭരിച്ചതെന്ന് അങ്ങേക്ക് അറിയാം. ഒരു വർഗീയ ശക്തിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ, ഒരു വർഗീയ ശക്തിയുടെ വോട്ട് വേണ്ട, ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതിന് SDPI, RSS, ജമാഅത്തെ ഇസ്ലാമി, അല്ലെങ്കിൽ PDF, അല്ലെങ്കിൽ BDF, അത് ഇത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ബാലൻ സഖാവ് പറയുന്ന പോലെ ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇനി അജിംഷാദിന്റെ പ്രധാനപ്പെട്ട ചോദ്യം, എനിക്ക് വീണ്ടും ഞെട്ടലുണ്ടാവുകയാണ്. കാര്യം അജിംഷാദിനെ പോലെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഒരു 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 സീനിയർ ജേർണലിസ്റ്റ് എന്നോട് ചോദിക്കുകയാണ് ഇവിടെ ആര് തമ്മിലാണ് മത്സരം? ഞാൻ താങ്കളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. ആരൊക്കെ തമ്മിലാണ് മത്സരം? എന്താണ് നിങ്ങളുടെ നിലപാട്? അതുവഴി നിങ്ങളുടെ സ്വഭാവം എനിക്കറിയണം. ഇത്രയും കേട്ടോ, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ 2ാം സ്ഥാനത്തെത്തിയവരും 1ാം സ്ഥാനത്തെത്തിയവരും തമ്മിൽ തന്നെയാണ് മത്സരം. അതായത് UDFും BJPയും തമ്മിൽ അല്ലേ? BJPയുമായിട്ടാണ്, സംശയം വേണ്ട. പക്ഷേ BJPയുമായിട്ടാണ് മത്സരം. ശ്രീ NN കൃഷ്ണദാസ് 2ാം സ്ഥാനത്തുള്ള BJPയുമായിട്ടാണ്. ശ്രീ NN കൃഷ്ണദാസ്, ഇതാണ് പൊളിറ്റിക്കലി ഉള്ള ഒരു കുരുക്ക്. നോക്കൂ, അവിടെ മത്സരം, പാലക്കാട് മത്സരം UDFും BJPയും തമ്മിലാണെന്ന് പറയുന്നു. എന്നിട്ട് പത്രങ്ങൾക്ക് മതത്തിൻ്റെ നിറം കൊടുക്കുന്നു. പാലക്കാട് LDFും UDFുമാണ് കേരളത്തിൻ്റെ
140 മണ്ഡലങ്ങളിലും ശക്തിദുർഗമായി ഏറ്റുമുട്ടുന്നത് എന്ന വസ്തുത വിലയിരുത്തിക്കൊണ്ട് വട്ടിയൂർക്കാവടക്കം മറ്റ് പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ താൽക്കാലികമായ ചില ഗിമ്മിക്കിൽ 2ാം സ്ഥാനത്തെത്താം. പക്ഷേ അതിനപ്പുറത്തേക്ക് ബേസ് എന്നത്, രാഷ്ട്രീയ ബേസ് എന്നത് എന്താണ് എന്ന വസ്തുത നമുക്കൊക്കെ അറിയാം. ഇങ്ങനെ വസ്തുതയിരിക്കെ UDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് വരുത്തി തീർക്കുന്നു. അവർ തന്നെ പറയുന്നു പത്രത്തിന് നിറം ചാർത്തുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? പൊളിച്ച് പറയൂ തെളിമയോടെ ശ്രീ N. കൃഷ്ണദാസ്. ഒറ്റ കാര്യം, ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല ധിക്കാരത്തോടു കൂടി തന്നെയാണ്. LDFന് ബോധ്യമുള്ള, ഞങ്ങൾക്കിഷ്ടമുള്ള പത്രങ്ങളിൽ ഞങ്ങൾ പരസ്യം കൊടുക്കും. അത് ചോദ്യം ചെയ്യാൻ ഒരു ശക്തിയെയും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല ചോദ്യം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ 2 പത്രങ്ങളെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞു. ആ പത്രങ്ങൾക്കുള്ള കുറ്റം എന്ത് എന്ന് UDF ഒന്ന് പറയണം. ഈ 2 പത്രങ്ങളിൽ എന്തിനാണ് പരസ്യം കൊടുത്തതെന്നല്ലേ ആക്ഷേപം. ആ 2 പത്രങ്ങളുടെ കുറ്റം എന്താണ് അവർക്കുള്ള അധമത്വം, എന്താണ് അവരുടെ കുറ്റം? ഇത് UDFൻ്റെ പ്രതിനിധി ഇത് കാണുന്ന പ്രേക്ഷകരോട് വിശദീകരിക്കണം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഇവിടെ പാലക്കാട് BJPയും UDFും തമ്മിലാണ് മത്സരം എന്നുള്ളതാണ്. ഇദ്ദേഹം പറയണതല്ല ഞാൻ മുഖവിലക്കെടുക്കുക. രമേശ് ചെന്നിത്തല AICC അവരുടെ വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവ്, നിർവാഹക സമിതി അംഗമായിട്ടുള്ള ക്ഷണിതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹം ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ AICCയുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെക്കാളൊക്കെ എത്രയോ സീനിയർ നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം AICCയിലെ വർക്കിംഗ് കമ്മിറ്റിയുടെ ക്ഷണിതാവാണ്. അദ്ദേഹം പാലക്കാട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ UDFും LDFും തമ്മിലാണ് മത്സരം. ഞാൻ അതാ മുഖവിലക്കെടുക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന നേതൃത്വം പറയുന്ന അഭിപ്രായമാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായമായിട്ട് മുരളീധരനും പറഞ്ഞു. ഞാൻ മുരളീധരനെ പോലും മുഖവിലക്കെടുക്കുന്നില്ല. AICCയിലെ സ്ഥിരം ക്ഷണിതാവാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്നു. നേരത്തെ AICCയുടെ ജനറൽ സെക്രട്ടറി, ഇങ്ങനെ പല ചുമതലകൾ വഹിച്ചിട്ടില്ല. ഇപ്പോൾ AICCയുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന സമിതിയാണ് AICC. അതിൻ്റെ എക്സിക്യൂട്ടീവ് നിർവാഹക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം LDFും UDFും തമ്മിലാണ്. BJP പിക്ചറിൽ തന്നെയില്ല. കോൺഗ്രസ്സിന് ഒരു പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഏതോ ഒരു വിദ്വാൻ BJPയിൽ ഉണ്ടായിരുന്ന ഒരാളെ ഇപ്പോൾ അവർ കോൺഗ്രസ്സിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം അത്ര വലിയ ഒരു സ്തംഭമാണ് ഇത് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. കോൺഗ്രസ് എഴുന്നള്ളിച്ച് കൊണ്ടുപോയിക്കോട്ടെ, രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയിട്ടുള്ള ഈ വ്യക്തി എന്ന് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. അവരെ എഴുന്നള്ളിച്ച് നടത്തിക്കോട്ടെ, നെറ്റിപ്പട്ടം കെട്ടിക്കോട്ടെ, കോലം വെച്ചോട്ടെ. അതൊക്കെ ഒന്നും ഞങ്ങളുടെ തലവേദനകളല്ല. കേരള രാഷ്ട്രീയത്തിൽ ഇതൊന്നും ആരും മുഖവിലക്കെടുക്കുന്നില്ല. പിന്നെ ഈ കോൺഗ്രസ് BJP തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഭവം ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് ചില ചാനൽ പ്രതിനിധികൾ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ പാലക്കാട്ട് സാധാരണ പറയും കുളത്തിൽ വലയിട്ടാൽ വലയപ്പെടും, വലയിൽ നിന്ന് ചാടിയ കുളത്തിലേക്ക്, ഒന്നുകിൽ കുളത്തിൽ അല്ലെങ്കിൽ വലയിൽ. ഇതേ ഈ കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. കുളത്തിൽ നിന്ന് ചാടിയ വലയിൽ, വലയിൽ നിന്ന് ചാടിയ കുളത്തിലേക്ക്. ഇതാണ് ഇപ്പോൾ ഇവർ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഈ വ്യക്തിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങളതിനെ രണ്ടിനെയും മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. ഞങ്ങളതൊന്നും കണക്കാക്കുന്നേയില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല ഇതൊക്കെ എന്താണ് ഒരു വലിയ സംഭവമായിട്ട് ഇവരിങ്ങനെ ഘോഷിച്ചു കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. പോട്ടെ. നാലാമത്തെ കാര്യം എനിക്ക് അജിം ഷാ ചോദിച്ചതിനോട് പറയാനുള്ളത്, ഞാൻ ആവർത്തിച്ചു പറയുന്നു, UDFൻ്റെ സമനില തെറ്റിയിരിക്കുന്നു. വിശേഷിച്ചും കോൺഗ്രസിൻ്റെ സമനില തന്നെ തെറ്റിയിരിക്കുന്നു. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഇവിടെ തോറ്റ് തുന്നമ്പാടും LDF വിജയിക്കും, BJP തകർന്നടിയും. LDFൻ്റെ ഒരു ചരിത്ര വിജയം പാലക്കാടുണ്ടാവും. അതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ തന്നെ മാറും. മുസ്ലിം ലീഗും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പുനർവിചിന്തനത്തിന് അവർ തകരാൻ പോവുക. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ, ഈ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ ആരും വിമർശിക്കാൻ പാടില്ല എന്നത്. അതൊക്കെ വല്ല പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻറ്റിനെ വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മുഖ്യമന്ത്രി വിമർശിക്കാം, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി വിമർശിക്കാം, എല്ലാവരും വിമർശിക്കാം. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ അദ്ദേഹം ഏതോ ഒരു ആധ്യാത്മിക നേതാവാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കരുതെന്നാണ്. ഈ ആധ്യാത്മിക നേതാവാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റ് ആവരുത്, ആധ്യാത്മിക പ്രവൃത്തിയിൽ തന്നെ ഇടപെടണം.
ആധ്യാത്മിക വൃത്തിയിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വിമർശിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളെ ഞങ്ങൾ വിമർശിക്കും. ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റിനെയാണ് വിമർശിക്കുന്നത്. അദ്ദേഹത്തിന് ആ വിമർശനം ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം. ഇപ്പോൾ ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഒരു വിദ്വാൻ BJP നിന്ന് RSS നിന്ന് കോൺഗ്രസ്സിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോയി. കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ വെച്ചാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി അംഗത്വം കൊടുത്തത്. പിറ്റേ ദിവസം അദ്ദേഹത്തെ ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലേ UDFിൽ നിൽക്കാൻ പറ്റൂ എന്നുള്ളത് വല്ലതും ഉണ്ടോ? മുസ്ലിം ലീഗിൻ്റെ തിട്ടൂരത്തിന് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നിങ്ങൾക്ക് അറിയോ ആജിം ഷാ, കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ UDFിന് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഒരു സീറ്റിൽ ജയിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയാണ് UDF, കോൺഗ്രസിൻ്റെ അല്ല ലീഡർഷിപ്പ്. മുസ്ലിം ലീഗിൻ്റെ പാർട്ടി മുന്നണിയാണ് UDF. ഞാൻ ചോദിക്കുന്നു എൻ്റെ സുഹൃത്തിനോട്, നിങ്ങൾക്ക് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള തിരുവനന്തപുരം വരെയുള്ള ഒരു ജില്ലയിലും മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു സീറ്റ് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ അടിമയാണ് കോൺഗ്രസ്. മുസ്ലിം ലീഗ് ആണെങ്കിലോ എല്ലാ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെയും ചിറകിൻ്റെ അടിയിലേക്ക് ഒതുക്കി വെച്ച് കഴിഞ്ഞു. അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവമൊക്കെ പോയി. ഇവരുടെ പിന്നിലാണ് ഈ കോൺഗ്രസ് നിൽക്കുന്നത്. എന്നിട്ടാണ് കോൺഗ്രസ് മതനിരപേക്ഷതയെക്കുറിച്ച് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കണം. അതുകൊണ്ട് ഇവർക്ക് കോൺഗ്രസിനൊന്നും കേരളത്തിൽ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കാൻ ഒരർഹതയുമില്ല. അത് കോൺഗ്രസ് സ്വയം മനസ്സിലാക്കണം. ഇതാണ് കേരളത്തിലെയും പാലക്കാട്ടെയും ജനങ്ങൾ. വർഗപരമായ ഒരു പ്രശ്നം കൂടിയുണ്ട് അതിൽ. സാധാരണക്കാരായ പ്രത്യേക ഒരു ന്യൂനപക്ഷ സമുദായത്തിലുള്ളവർ രാജ്യം മുഴുവൻ ആക്രമിക്കപ്പെട്ട സംഭവമായിരുന്നു അത്. താങ്കൾക്ക് ഓർമ്മയില്ലേ? 92-ന് ശേഷം അത് ജാംബുവാന്റെ കാലത്താണെന്ന് നിസ്സാരവൽക്കരിക്കുന്നതിലേക്ക് പോകുന്നത് ഒരു വർഗീയ കൂട്ടുകെട്ടിൻ്റെ പ്രതിഫലനമാണോ? KPCC പ്രസിഡന്റിൻ്റെ വാക്കുകളാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. അതായത് ഞാൻ അത് നിങ്ങൾ അജിം ഷാ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഈ ഇന്ത്യ എന്നുള്ള രാജ്യം ആരും കണ്ടുപിടിച്ച രാജ്യമല്ല. അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചു, ഓസ്ട്രേലിയ ക്യാപ്റ്റൻ കൂക്ക് കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ ആര് കണ്ടുപിടിച്ചു? ഇന്ത്യ നമ്മൾ ഉണ്ടാക്കിയ രാജ്യമാണ്. നമ്മളാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയ രാജ്യത്തിൽ ഇന്ത്യ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗക്കാർക്കും പങ്കുണ്ട്. ഈ ഉപഭൂഖണ്ഡത്തിൽ ജീവിച്ച എല്ലാ മനുഷ്യരുടെയും വലിയ പരിശ്രമത്തിലൂടെയാണ് ഇന്ത്യ എന്ന ഈ രാഷ്ട്രമുണ്ടായത്. ആ രാഷ്ട്രത്തിൻ്റെ ചിരപുരാതനമായ മതനിരപേക്ഷതയുടെ ഒരടയാളമായിരുന്നു 92-ൽ സംഭവിച്ച ഈ ദുരന്തത്തിലൂടെ തകർന്നു വീണത്. അത് ഏതോ ജാംബവാൻ്റെ തലയിലേക്ക് വെക്കുക, ജാംബവാൻ്റെ കാലത്തുണ്ടായതാന്നൊക്കെ പറയുന്നതോടുകൂടി കോൺഗ്രസ് എത്ര അധപ്പതിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. ആർക്കും തകർക്കാൻ പറ്റാത്ത മതനിരപേക്ഷതയുടെ അടിത്തറയിൽ നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം എല്ലാ വിഭാഗക്കാരും കൂടി ഒരുമിച്ച് ചേർന്ന് നിർമ്മിച്ച രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ആരും കണ്ടുപിടിച്ച രാജ്യമല്ല. ഇന്ത്യ ഈ ഉപഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്ന വ്യത്യസ്തരായ മനുഷ്യരെല്ലാവരും കൂടി, പഴയ തലമുറ, നമ്മുടെയൊക്കെ പൂർവികമായിട്ടുള്ള തലമുറ, അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് ഇന്ത്യ. കണ്ടുപിടിച്ച രാജ്യമല്ല ഇന്ത്യ. ആ ഇന്ത്യയെ നിലനിൽക്കുന്നത് മതനിരപേക്ഷത എന്ന അടിത്തറയിലാണ്. ആ മതനിരപേക്ഷത അടിത്തറയാണ് കോൺഗ്രസ് ഈ വിധത്തിലുള്ള പെരുമാറ്റം കൊണ്ട് തകർക്കുന്നത്. അതിന് കടുത്ത ശിക്ഷ ഈ നാട്ടിലെ മതനിരപേക്ഷ ശക്തികൾ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ കൊടുക്കും. വോട്ടിന് വേണ്ടി മതനിരപേക്ഷതയെ തകർക്കുന്ന കോൺഗ്രസിൻ്റെ വഞ്ചനയ്ക്ക് ഈ നാട്ടിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾ എല്ലാ വിഭാഗത്തിലുമുണ്ട്. എല്ലാ മതവിശ്വാസികളും ഈ നാട്ടിൽ വലിയ വിഭാഗം മതവിശ്വാസികൾ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരാണ്. മതവിശ്വാസവും മതനിരപേക്ഷ വിശ്വാസവും ഒരുമിച്ചാണ് ഈ നാട്ടിലെ വിവിധ വിഭാഗങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെ തകർക്കുന്ന സമീപനമെടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കടുത്ത ശിക്ഷ നൽകും ഈ പാലക്കാട്ടെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്നുള്ളത് അവർ ഓർക്കണം. എന്നാലെങ്കിലും അവർ പാഠം പഠിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഏത് കാലത്തും അവരുടെ സ്വഭാവം ഇതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പാഠം പഠിക്കാനുള്ള അവസരം കൂടിയായിരിക്കും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. ചർച്ചയിലേക്ക് തിരികെ എത്തുമ്പോൾ ശ്രീ M. ജയചന്ദ്രൻ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ രൂപപ്പെടുന്ന ഈ ശാക്തിക ബലാബലങ്ങളിലെ അല്ലെങ്കിൽ 3 ചേരികളിലെയും രൂപപ്പെടുത്തുന്ന വർഗീയതയുടെ മാനങ്ങൾ, അതാണ് ഇരുപക്ഷവും ഇവിടെ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ ആരൊക്കെ തമ്മിലാണ് പാലക്കാട് മത്സരം?
അജിംഷാദെ, ഈ സന്ദീപ് വാര്യർ പുറത്തു വന്ന ആ സമയത്ത് ആദ്യത്തെ വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യം, BJP നേതാക്കൾ പ്രധാനപ്പെട്ടവർ താങ്കളെ ബന്ധപ്പെട്ടിരുന്നോ എന്നാണ്. മറുപടി, സന്ദീപിൻ്റെ മറുപടി, അവർ ബന്ധപ്പെടാതിരിക്കാൻ ഞാൻ പാകിസ്ഥാൻകാരനൊന്നും അല്ലല്ലോ. ഇതാണ് മറുപടി. അത് എത്രമേൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വാചകമാണ് എന്ന് പറയേണ്ടതുണ്ടോ അജിംഷാദെ? ഉള്ളു മാറിയിട്ടില്ലെന്ന് എന്താണ് ഉള്ളു മാറിയിട്ടില്ലെന്നാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. അല്ല, അത് പച്ചയായിട്ട് പറയില്ലേ. ആ ഉള്ളു മാറിയിട്ടില്ലെന്ന് താൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കൂടെയല്ലേ. താൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് പാലക്കാട്ടെ മണ്ണിൽ നിന്നാണ് സന്ദീപ് വാര്യർ അത് പറയുന്നത്. ഇത് വസന്ത മനസ്സിലാക്കേണ്ട കാര്യം, വസന്ത, ഇതാണ്. എന്താണ് അയാൾ പറഞ്ഞത് എന്ന് അയാളുടെ നിലപാട് മാറ്റിയില്ലെന്ന് വസന്ത ചോദിച്ചല്ലോ. ഇല്ല, സന്ദീപ് വാര്യർ പറഞ്ഞ ഇതാണ്. അതിന് ഞാൻ പാകിസ്ഥാൻകാരനൊന്നുമല്ലല്ലോ. ഇതിനേക്കാളും കൂടുതൽ സ്വയം വെളിപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ആ വ്യക്തി? ഇല്ലല്ലോ വസന്തേ, അതാണ് കാര്യം. അപ്പോൾ ഈ വർഗീയതയെ വാരിപ്പുണരുകയാണ്, ഹൈന്ദവ വർഗീയതയെ വാരിപ്പുണരുകയാണ് കോൺഗ്രസ്, UDF എന്നുള്ളതിന് സന്ദീപ് വാര്യരുടെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റിനേക്കാളും വലിയൊരു ജമാഅത്തെ ഇസ്ലാമിയുടെയും അടക്കം പിന്തുണ വേണ്ടെന്ന് പരസ്യമായി ഇവരുടെ മുതിർന്ന നേതാക്കന്മാർ ഒരു ചോദ്യത്തിലും പറയുന്നില്ല. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇല്ല. അത് വേണമല്ലോ, അത് വേണമല്ലോ. അപ്പോൾ ഈ പിന്നെ മുസ്ലിം എന്നുള്ള ആ ഒരു കാര്യം പറയുന്നതിന് പകരം എങ്ങനെയൊക്കെ ആ സമുദായത്തിന് ഇപ്പോഴും വലിയ തോതിൽ മുറിവേറ്റൊരു സമുദായം, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് അടക്കം, ഇടതുപക്ഷം അടക്കം എല്ലാ മതേതര രാഷ്ട്രീയ കക്ഷികളും സ്വീകരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ 92 ഈ സംഭവത്തിന് ശേഷം മുതൽ. അതിൽ കോൺഗ്രസിൻ്റെ ഒരുപാട് ലാപ്സസ് ഉണ്ടെങ്കിലും ചെയ്തു പോരുന്നത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ അതൊക്കെ അന്ധമായിട്ടങ്ങ് തമസ്കരിച്ചിട്ട് നേരെ വാരിപ്പുണരുകയാണ് വർഗീയതയുടെ ആൾരൂപങ്ങളെ. എന്തിനാണ്? കേവലം ജയം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലേ. ഈ ലക്ഷ്യമാണ് ഈ പാലക്കാട്ടെ വോട്ടർമാർ വലിയ തോതിൽ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത് ഇതിനകം തന്നെ. ആരാണ് വർഗീയതയുടെ ചാമ്പ്യന്മാരായി കൂടെ കൂട്ടുന്നത്, വർഗീയതയുടെ കോമരങ്ങളെ കൂടെ കൂട്ടുന്നത്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുകയാണ് ജനങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നെ അങ്ങനെ ജയിക്കില്ല എങ്കിലും അബദ്ധത്തിനെങ്ങാനും ജയിച്ചു പോയാലോ എന്നൊരു നാക്കുപിഴ പോലും നമ്മുടെ വസന്തിൻ്റെ നാവിൽ തന്നെ വരുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല അദ്ദേഹം. പക്ഷേ നാവുപിഴയായിട്ടാണെങ്കിൽ പോലും അത് വന്നു പോകുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് നിക്കക്കള്ളിയില്ലായ്മകൾ, മതേതരവാദികൾക്ക് ഒന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പോലും പഴുതുകളില്ലാത്ത വിധം ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒടുവിലാണ് അജിംഷാദ് ആദ്യം പറഞ്ഞ അമ്മയുടെ വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആയിക്കോട്ടെ, വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, സിവിൽ മാറ്ററാണ് എന്ന് വസന്ത് പറയുന്നു. ഓക്കെ, എങ്കിലെന്തിനാണത് പരസ്യപ്പെടുത്തുന്നതെന്നേ? അതൊരു ചർച്ചയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണല്ലോ ആ പരസ്യപ്പെടുത്തൽ വരുന്നത്. അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരുത്താതിരുന്നാൽ മതി. ഒരു സിവിൽ ഡിസ്പ്യൂട്ടാണ്, സിവിൽ ഡിസ്പ്യൂട്ടല്ല മാറ്ററാണ്, അമ്മയുടെ അന്തിമാഭിലാഷമാണ്. അത് പേഴ്സണലല്ലേ, വളരെ വ്യക്തിപരവും സ്വകാര്യവുമായിട്ടുള്ള കാര്യമല്ലേ. ഇതേ അമ്മ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയുമായി ബന്ധപ്പെട്ട ആളാണെന്നും കേൾക്കുന്നു. അതെനിക്ക് വ്യക്തതയില്ല, എങ്കിലും പലരും പറയുന്നതാണ്. നേരത്തെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഇപ്പം അങ്ങനെയല്ലല്ലോ വരുന്നത്. നേരത്തെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ തൻ്റെ നിലപാട് ഇതാണെന്നുള്ളത് പൊതുസമൂഹത്തിലേക്ക് പ്രസരിക്കണമെന്നും അത് ചർച്ചയാവുന്നതുകൊണ്ടൊരു കുഴപ്പവുമില്ല എന്നും ആവർത്തിച്ച് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ കൂടെ കൂട്ടിയ BJPയുടെ നേതാവ് ഇപ്പോഴും RSSൻ്റെ മനസ്ഥിതിയിലാണുള്ളത്. ആ തീവ്ര ഹിന്ദുത്വ ലൈൻ താൻ അല്പം പോലും വിടുന്നില്ല എന്ന് വീണ്ടും സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ സിവിൽ മാറ്ററായിട്ട് നിൽക്കുന്നത്? സിവിൽ മാറ്റർ ആണെങ്കിൽ അത് പേഴ്സണൽ ആയിരിക്കണം. പുറത്തേക്ക് വിടുന്ന ആ വ്യക്തി തന്നെ, ആ നേതാവ്. വട്ടിയൂർക്കാവ് മുമ്പ് ഇതുപോലെ LDF മൂന്നാമത് നിൽക്കുകയും
ഒക്കെ ചെയ്തിരുന്ന മണ്ഡലമാണ്. അവിടെയുള്ള പ്രശാന്ത് ബ്രോ, മേയർ ബ്രോ പോലെ ഒരു ബ്രോയാണ് സരിൻ ബ്രോയും പാലക്കാട് ഉയർത്തുന്നത്. നേമം മണ്ഡലത്തിലും ഇതിന് സമാനമായി BJPയുടെ വിജയത്തെ എതിർക്കാനും തോൽപ്പിക്കാനും കരുത്തു കാട്ടിയിട്ടുള്ളത് LDF ആണ്, ഇടതുപക്ഷമാണ്. അപ്പോൾ അതേ സാഹചര്യം പാലക്കാടേക്ക് പറിച്ചു നടാനുള്ള ആത്മവിശ്വാസവും അതിന് നിദാനമാകുന്ന ഘടകങ്ങളുമാണ് ഇവിടെ NN കൃഷ്ണദാസ് അക്കമിട്ട് നിരത്തിയത്. അതിനെ അതിജീവിക്കാൻ നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ താലോലിക്കുകയാണ്. പക്ഷേ പാലക്കാട് ജനതയുടെ മതേതര വിശ്വാസത്തിലാണ് LDFും ഇടതുപക്ഷവും വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. ഈ നിമിഷത്തിൽ ശ്രീ വസന്ത്, നല്ല കാര്യം, അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ശ്രീ NN കൃഷ്ണദാസിന്റെ നിയമ പരിജ്ഞാനം മാത്രമാണ് കുറവെന്നാണ് ഞാൻ ഓർത്തത്. കാര്യം അദ്ദേഹം വീണ്ടും വീണ്ടും പറയാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളെ അട്ടിമറിച്ചാണെങ്കിലും ഞങ്ങൾ പരസ്യം കൊടുക്കും. അത് കൊടുക്കാൻ പറ്റില്ല സാർ. ഇപ്പൊ ചരിത്രത്തിൽ പരസ്യം എന്നതിനകത്ത് ഉള്ള കണ്ടന്റുകളാണ് സംസാരിക്കുന്നത്. ഒന്ന്, രണ്ട്, അതിനെപ്പോലും വിഭാഗീയത ചാർത്തി ആ പത്രങ്ങൾക്ക് മേൽ വിഭാഗീയത ചാർത്താൻ ശ്രമിച്ച നിങ്ങളാണ് കുറ്റക്കാർ. അതാണ് അദ്ദേഹം സമർത്ഥിച്ചത്. അത് അദ്ദേഹം വ്യക്തമായി സമർത്ഥിച്ചു. പിന്നീട് അത് വീണ്ടും ആവർത്തിക്കരുത്. ശ്രീ ഉത്തരമാണ്, കേൾക്കൂ, അതിന്റെ ഉത്തരമാണ്. അതായത് ഞാൻ ഓർത്ത അദ്ദേഹത്തിന് നിയമപരിജ്ഞാനമാണ് കുറവെന്നാണ്, ചരിത്ര പരിജ്ഞാനവും ഇല്ലെന്ന് മനസ്സിലായി. കാര്യം അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ആരും കണ്ടെത്തിയല്ല. പിന്നെ വാസ്കോഡഗാമ ആരാണ് സാർ? ബർത്തോലോമിയോ ഡയസ് തുടങ്ങി ആ ഒരുപാട് എക്സ്പ്ലോറേഴ്സ് ഇന്ത്യ കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെട്ടു. അതിൽ ഒരാളായിരുന്നു അങ്ങ് പറഞ്ഞ ക്രിസ്റ്റഫർ കൊളംബസ്. അത് വെറും ഭൂമിശാസ്ത്രപരമായാണ്. ഇന്ത്യ എന്ന നാട്ടുരാജ്യങ്ങൾ യോജിച്ചൊരു രാജ്യം കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിലായ ആ രാഷ്ട്രീയ പ്രക്രിയയുടെ ആത്മാവിനെ കുറിച്ചാണ് NN കൃഷ്ണദാസ് പറഞ്ഞത്. അദ്ദേഹം കൈ ഉയർത്തുന്നു. ഒരു പോയിന്റ് ഓഫ് ഓർഡർ ശ്രീ വസന്ത് ശ്രീക്ക് ഒന്ന് വഴങ്ങൂ. ശ്രീ NN കൃഷ്ണദാസ്, താങ്കൾ കൈ ഉയർത്തിയത് കൊണ്ട് ശ്രീ NN കൃഷ്ണദാസ്. ഒറ്റ കാര്യം, എനിക്ക് അത്ര വലിയ നിയമപരിജ്ഞാനമൊന്നുമുള്ള ആളല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾ പരസ്യം കൊടുത്തു കഴിഞ്ഞല്ലോ. ആ പരസ്യം കൊടുത്തു കഴിഞ്ഞതിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇതിനെ നിയമപരമായി ചലഞ്ച് ചെയ്യാലോ സാർ. നിങ്ങൾ ചലഞ്ച് ചെയ്യൂ. ഞങ്ങൾ പരസ്യം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് നിയമപരമായി ചലഞ്ച് ചെയ്യാം. നിങ്ങൾക്കത് വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിയമപരമായി നിങ്ങൾ ചലഞ്ച് ചെയ്യൂ. ഒന്ന്. രണ്ടാമത്, ഇന്ത്യ എന്നത് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതോടുകൂടിയേ ഇന്ത്യ ഉണ്ടാവുന്നുള്ളൂ സാർ. അതിനു മുമ്പ് ഈ പെനിൻസുല മാത്രമേ ഉള്ളൂ, ഈ ഉപഭൂഖണ്ഡം. ഈ ഉപഭൂഖണ്ഡത്തിൽ പരസ്പരം പടവെട്ടിയും വെട്ടിപ്പിടിച്ചും കൊലവിളിച്ചുമുണ്ടായിരുന്ന ചെറുതും വലുതുമായ നിരവധിയായ നാട്ടുരാജ്യങ്ങൾ മാത്രമുള്ള ഒരു ഭൂപ്രദേശം, ഒരു ഉപഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യ റിപ്പബ്ലിക്കായി ഒരു രാഷ്ട്രമാവുന്നത് തെറ്റല്ല. ഒരു രാഷ്ട്രമാവുന്ന 1950 റിപ്പബ്ലിക് ആവുന്നത് കൂടിയാണ്. എന്റെ സാർ, നിങ്ങൾ മനസ്സിലാക്കൂ, 1900 അത് ഈ ഭൂപ്രദേശമാണ്. അത് ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രമല്ല സാർ. അന്ന് ഇന്ത്യ എന്ന ഒരു രാഷ്ട്രമില്ല. ഈ ഉപഭൂഖണ്ഡം മാത്രമേ ഉള്ളൂ സാർ. ഒരു രാഷ്ട്രമില്ല. ഇന്ത്യ രാഷ്ട്രമായിരുന്നില്ല. ഞാൻ പറയുന്നത് ഇന്ത്യ എന്ന എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രത്തെ കുറിച്ചാണ്. അങ്ങനെ മണ്ടത്തരം നിങ്ങൾ പറഞ്ഞു. ഇന്ത്യ നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയ രാഷ്ട്രമാണ്. ഈ രാഷ്ട്രം 1947 സ്വാതന്ത്ര്യം നേടുന്നതോടുകൂടിയ ഒരു രാഷ്ട്രമാവുന്നത്. അതിനു മുമ്പ് ഈ ഉപഭൂഖണ്ഡം മാത്രമേ ഉള്ളൂ. ഈ ഭൂപ്രദേശം ഒരു രാഷ്ട്രമായിട്ടില്ല സാർ. ഒരു രാഷ്ട്രമായിട്ടില്ല. പല രാജാക്കന്മാരും തെറ്റല്ല, ഞാൻ തെളിയിക്കാം. ഇന്ത്യ ഒരു വല്ലഭായ് പട്ടേൽ തന്നെ കൃഷ്ണദാസ് പറഞ്ഞതിന് ഉദാഹരണമാണ്. അല്ല, കേൾക്കൂ, ഞാൻ പറയുന്നത് ഞാൻ അക്കാഡമിക്കായി താങ്കളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ എവിടെയാണ് സാർ നിങ്ങളുടെ പ്രദേശം? ഒന്ന് പറയാമോ പ്ലീസ്? അല്ല, ഒറ്റ കാര്യം, നിങ്ങൾ എവിടെയാണ് സാർ? നിങ്ങൾ തർക്കിക്കുന്നു. നിങ്ങളുടെ പ്രദേശം എവിടെയാണ് സാർ? നിങ്ങളുടെ പ്രദേശം എവിടെയാണ് സാർ? ഒറ്റ കാര്യം താങ്കളുടെ പ്രദേശം എവിടെയാണ് സാർ? അല്ല, താങ്കളുടെ പ്രദേശം എവിടെയാണ് സാർ? കേൾക്കൂ, താങ്കളുടെ പ്രദേശം എവിടെയാണ്? വസന്ത് ശ്രീക്ക് താങ്കളുടെ പ്രദേശം
അല്ല, താങ്കളുടെ ഒരു വാക്ക് പറയൂ സാർ, താങ്കളുടെ പ്രദേശം എവിടെയാണ്? അല്ലെന്നേ, ഞാൻ ഈ പറയുന്നതും കൂടെ ചേർത്ത് അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് പറഞ്ഞു എവിടെയാണ് സാർ താങ്കളുടെ പ്രദേശം? പ്ലീസ്. അല്ലല്ല, ഇതൊന്ന് പറയൂ. അല്ല, കേൾക്കൂ. അല്ല, താങ്കളുടെ പ്രദേശം എവിടെയാണ് സാർ? അതിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നോ? താങ്കളുടെ പ്രദേശം എവിടെയാണ്? ഉറച്ചു നിൽക്കുന്നു. പത്തനംതിട്ടക്കാരനാണെങ്കിൽ ഇദ്ദേഹം 16-ാം നൂറ്റാണ്ട് മുതൽ തിരുവിതാംകൂർ രാജ്യത്തും അതിന്റെ മുമ്പ് ചേര പാണ്ഡ്യ രാജ്യത്തുമായിരുന്നു. ഇന്ത്യ എന്ന ഒരു രാഷ്ട്രമൊന്നില്ല സാർ. തെറ്റാണ്. ക്രിസ്റ്റഫർ കൊളംബസ് ഉണ്ടായിട്ടില്ല. തെറ്റല്ല, ശരി. അയ്യോ, എങ്ങനെ പറയും സാർ? ഒരു രാഷ്ട്രം ഉണ്ടായിട്ടില്ല. ക്രിസ്റ്റഫർ കൊളംബസ് ഉണ്ടായിട്ടില്ല രാഷ്ട്രം. നിങ്ങൾ ഏത് രാജ്യക്കാരനാണ് സാർ? ഇല്ല, അല്ല, നിങ്ങൾ ഇന്ത്യ എന്ന ഈ രാഷ്ട്രം ഉണ്ടായിട്ടില്ല. ഞാൻ രാഷ്ട്രത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇന്ത്യ എന്ന ഈ രാഷ്ട്രം ഉണ്ടായിട്ടില്ല. ശ്രീ വസന്ത് സിറിയക്ക് നെഹ്റുവും ഗാന്ധിജിയും പട്ടേലും പറഞ്ഞ കാര്യങ്ങളാണ് വസ്തുതകളായി അദ്ദേഹം നിർത്തുന്നത്. ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെട്ടത് എങ്ങനെയാണ്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷന് കീഴിലാണ്. അതിനു മുമ്പ് നാട്ടുരാജ്യങ്ങളായിരുന്നു. ഒരു ഭൂമിശാസ്ത്രത്തെ അല്ലെങ്കിൽ ഭൂപ്രദേശത്തെ എന്ന അടയാളപ്പെടുത്തലല്ല ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെട്ടത്. ഇതൊക്കെ വസന്ത് സിറിയക്ക് എന്ന കോൺഗ്രസ്സുകാരൻ ഉപയോഗിക്കുന്നത് 1992 ഡിസംബർ 6 ദുരന്തത്തെ ലളിതവൽക്കരിച്ച KPCC പ്രസിഡന്റിനെ ന്യായീകരിക്കാനാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയം അടയാളപ്പെടുത്തേണ്ടത്. ശ്രീ വസന്ത് സിറിയക്ക് പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയത്. അല്ലല്ല, അത് വിടൂ. അങ്ങനെയല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം നമുക്ക് മനസ്സിലായി. കാരണം എന്തിനാണ് പട്ടേലിനെ ഉപയോഗിച്ചത്? എന്തിനാണ് പട്ടേലിനെ ഇപ്പോൾ BJP കടമെടുക്കുന്ന പട്ടേലിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് കീഴിലെ രാജ്യം എന്നത് രൂപപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ അനാവശ്യമായി കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു ഭൂപ്രദേശം പാന്തളാസിയെയും പാഞ്ചിയും ചേർത്തതുപോലെ അല്ല അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ എന്ന രാജ്യം കോൺസ്റ്റിറ്റ്യൂഷണലി രൂപപ്പെട്ടതിന്റെ കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത്. അത് വിടൂ. താങ്കളുടെ UDF വാദത്തിലേക്ക് വരൂ. അല്ല, നോക്കൂ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ പഴയ വാദ്യങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തുമ്പോൾ അമേരിക്ക വാസ് നോട്ട് ആൻ റിപ്പബ്ലിക്. അങ്ങനെയാണെങ്കിൽ വാസ്കോ ഡ ഗാമ കണ്ടെത്തുമ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് അല്ല. അതൊരു കൊളോണിയൽ പരിപ്രേക്ഷ്യത്തിൽ അവരുടെ ചൂഷണ സംവിധാനങ്ങൾക്കുള്ള കാൽകുത്തലാണ് കാപ്പാട് നടന്നത്. അതല്ല ഇവിടെ കൃഷ്ണദാസ് സൂചിപ്പിച്ചത് ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ചാണ്. ഒരു രാഷ്ട്രമില്ല സാർ. അതെ, തിരുവിതാംകൂറും കൊച്ചിയും അടക്കം രാജ്യങ്ങളായിരുന്നു, മലബാറും അടക്കം. ശരി, ഞാൻ അവസാനമായി ശ്രീ കൃഷ്ണദാസ് രാജ്യത്താ. അതെ, ഇന്ത്യ ഒന്നിച്ചൊരു രാജ്യമായിരുന്നില്ല. ശ്രീ കൃഷ്ണദാസ് അത് നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഏതൊക്കെ ഘടകങ്ങളാണ് LDFന് അനുഗുണമായി ഈ മൗന ദിനത്തിൽ നിൽക്കുന്നത്? നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായും നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ നാനാവിഭാഗമായിരുന്ന മനുഷ്യർ മതനിരപേക്ഷമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷത്തിന് മാത്രമേ എല്ലാ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യരെ ജാതിയോ മതമോ സംസ്കാരമോ ആചാരവ്യത്യാസങ്ങളോ ലിംഗവ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് അണിനിരക്കാൻ പറ്റുന്ന ഏകവേദി ഇടതുപക്ഷത്തിൻ്റെ കൊടിക്കീഴിൽ മാത്രമാണ്. ആ മതനിരപേക്ഷതയാണ് പാലക്കാട്ടെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. LDF ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഞങ്ങൾ ഇരുവർഗീയതയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. മുസ്ലിം വർഗീയതയ്ക്കെതിരെ, ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 13 കൊല്ലമായി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പ്. അതായത് ഇവിടെ UDFൻ്റെ MLA കേരളത്തിൻ്റെ പാലക്കാട് ജില്ലയിലെ തന്നെ ബാക്കി 11 അസംബ്ലി മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികസനത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ തയ്യാറാവാതെ മുഖം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. പാലക്കാടിനെ മുരടിപ്പിച്ചു. ഏതാണ്ട് കഴിഞ്ഞ 2 ടേമായി പാലക്കാട് നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഈ നഗരത്തിൻ്റെ വികസനം മുരടിപ്പിച്ച് നശിപ്പിച്ചു ഈ നഗരത്തെ. അപ്പോൾ നമ്മുടെ ഈ പാലക്കാട് പ്രദേശത്തിൻ്റെ പൊതുവായിട്ടുള്ള പുരോഗതി വികസനം മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്ന, ജാതി മതഭ്രാന്തികളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് അണിനിരക്കാൻ സാധിക്കുന്ന വേദി ഇടതുപക്ഷം ഒരുക്കുന്ന സമൂഹമാണ്. ആ ഇടതുപക്ഷത്തിൻ്റെ കൊടിക്കീഴിൽ മാത്രമേ
വൈവിധ്യങ്ങളില്ലാതെ തീർച്ചയായും. എല്ലാ മനുഷ്യർക്കും എന്തായിരുന്നാലും ഒരുമിച്ച് പാലക്കാടിന്റെ അണിനിരക്കാൻ പറ്റും. മൗന ഈ മനസ്സ് മതനിരപേക്ഷ ഇനി മൂല്യങ്ങളോടൊപ്പമാണ് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് അറിയാൻ 23 വരെ കാത്തിരിക്കണമെങ്കിലും നാളെ അതിലേക്ക് നീങ്ങുകയാണ്. ആ സമ്മതിദാന അവകാശം പെട്ടികളിൽ ഉൾപ്പെടാൻ പോവുകയാണ്. തീർച്ചയായും തത്സമയ വിവരങ്ങളും വാർത്തകളുമായി കൈരളി ന്യൂസും ഒപ്പം ഉണ്ട്. ഇവിടെ ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.